പ്രിയപ്പെട്ട അല്ലാഹ്, ഒരുപാട് സങ്കടത്തോടെ പറയാ, ഇനിയെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എനിക്ക് നീ മനുഷ്യരെ കൂട്ടായി നൽകുമ്പോൾ കുറച്ചുകൂടി കരുണ കാണിക്കണം. കാരണം റബ്ബേ, നിനക്കറിയാലോ, ഒരാൾ എന്നോട് അടുത്താ പിന്നെ ഞാൻ അവരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു. എന്റെ ലോകം അവരായി മാറുമെന്ന്, അവരുടെ വാക്കുകൾ എന്റെ സന്തോഷമായി ഞാൻ മാറ്റിവെക്കുമെന്ന്. ആ ബന്ധത്തിൽ ഒരു വീഴ്ച വന്നാൽ എന്റെ ഹൃദയത്തിന് അത് താങ്ങാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കാൻ നീ നൽകുന്നവർ എന്നെ തനിച്ചാക്കാത്തവരായിരിക്കണേ റബ്ബേ. ആ മനുഷ്യരിൽ ഞാൻ തളർന്നു പോകാതെ നീ എന്നെ കാക്കണേ പടച്ചോനെ. ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, കത്ത് ഓടി തീർക്കാൻ പറ്റണേ അല്ലാന്ന്. ഖുർആൻ ഓതിയും നിസ്കരിച്ചും പഠിച്ചോനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. ആരുമില്ലാത്ത നേരത്തെ നിസ്കാരപ്പായിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുള്ളത് പഠിച്ചവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ കുറ്റക്കാരാവുമ്പോൾ അല്ലാഹുവേ, നീ ഇതൊക്കെ കാണുന്നില്ലേ, നീ മാത്രം മനസ്സിലാക്കിയാൽ മതി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണേ അല്ല, എൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ അല്ല, എൻ്റെ ആപത്ത് ഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ചവർക്കും സ്നേഹിച്ചവർക്കും ആയുസ്സും ആഫിയത്തും നൽകണേ അല്ല. തഹജ്ജുദിൻ്റെ സമയം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. ആ നിശബ്ദതയിൽ പടച്ചവനോട് മനസ്സ് തുറക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കിട്ടുന്നൊരു ശക്തിയുണ്ട്. അത് അനുഭവിച്ചത് എന്നെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ശുക്ർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയല്ലേ ശരിയാവുക. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, കത്ത് ഓടി തീർക്കാൻ പറ്റണേ അല്ലാന്ന്. ഖുർആൻ ഓതിയും നിസ്കരിച്ചും പഠിച്ചോനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. ആരുമില്ലാത്ത നേരത്തെ നിസ്കാരപ്പായിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുള്ളത് പഠിച്ചവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ കുറ്റക്കാരാവുമ്പോൾ അല്ലാഹുവേ, നീ ഇതൊക്കെ കാണുന്നില്ലേ, നീ മാത്രം മനസ്സിലാക്കിയാൽ മതി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണേ അല്ല, എൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ അല്ല, എൻ്റെ ആപത്ത് ഘട്ടത്തിൽ തന്നെ സംരക്ഷിച്ചവർക്കും സ്നേഹിച്ചവർക്കും ആയുസ്സും ആഫിയത്തും നൽകണേ അല്ല. തഹജ്ജുദിൻ്റെ സമയം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. ആ നിശബ്ദതയിൽ പടച്ചവനോട് മനസ്സ് തുറക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കിട്ടുന്നൊരു ശക്തിയുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ മോനിങ്ങനെ ഞാൻ ഓതുന്നത് കേട്ട് ഉറങ്ങുന്നത് കാണാൻ. അൽഹംദുലില്ലാ, അങ്ങനെ 20-ാം നോമ്പിൽ എൻ്റെ ഖത്തം ഞാൻ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാ എൻ്റെയും നിങ്ങളുടെയും എല്ലാം ദുആ ഈ റമദാനിൽ പടച്ചോൻ സ്വീകരിക്കട്ടെ. ഇപ്പോൾ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷമാണ്. പടച്ചോനെ, അടുത്ത റമദാനിലും ഞങ്ങളെ ദീർഘായുസ്സ്